പ്രിയരെ നമസ്കാരം. ചെവികളിൽ മണി ധരിച്ച ഒരു ഉഗ്രരൂപം, കൈകളിൽ ആയുധങ്ങൾ, ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ദേവത. ചില ക്ഷേത്രങ്ങളിൽ സംരക്ഷണം നൽകുന്ന ദേവതയായും ചില ക്ഷേത്രങ്ങളിൽ പ്രധാന ദേവതയുടെ ഉപദേവതയായും ആരാധിക്കപ്പെടുന്ന ശക്തി. ആരാണ് ഈ ഖണ്ഡാകർണൻ? ഖണ്ഡാകർണൻ മഹാദേവന്റെ അനുചരനാണോ? ഭദ്രകാളിയുമായി എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് ചെവിയിൽ മണി ധരിച്ചത്? ഖണ്ഡാകർണന്റെ ഗായത്രി മന്ത്രം, ധ്യാന ശ്ലോകം, മൂലമന്ത്രം, ഗുരു, ഛന്ദസ്, ദേവത എന്നിവ ഉൾപ്പെടെ ഈ അധ്യായത്തിൽ വിഷയം ഇതൊക്കെയാണ്. ശ്രദ്ധയോടെ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ആദ്യം ഖണ്ഡാകർണൻ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഖണ്ഡ എന്ന സംസ്കൃത പദത്തിന് മണി എന്നും കർണ എന്ന പദത്തിന് ചെവി എന്നും ആണ് അർത്ഥം. അതായത് ഖണ്ഡ അധികം കർണ, ഖണ്ഡാകർണൻ അഥവാ ചെവിയിൽ മണിയുള്ളവൻ. ഖണ്ഡാകർണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെയാണ് അദ്ദേഹത്തിന്റെ മണി. പുരാണ കഥകളിൽ ഖണ്ഡാകർണൻ ഒരു പിശാച് അല്ലെങ്കിൽ രാക്ഷസ സ്വഭാവമുള്ള ശക്തിയായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ കഥയ്ക്ക് വലിയ ഒരു വഴിത്തിരിവുണ്ടാകുന്നു. ശിവഭക്തനായിരുന്ന ഖണ്ഡാകർണൻ പിന്നീട് വിഷ്ണുവിനെ തിരിച്ചറിയുകയും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ മോക്ഷം നേടുകയും ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട പുരാണ കഥ. ഇതുകൊണ്ട് തന്നെ ഖണ്ഡാകർണന്റെ കഥയിൽ ഒരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. അത് ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റൊരു ദൈവത്തെ നിന്ദിക്കരുത് എന്ന്. ഇനി ഖണ്ഡാകർണന്റെ പ്രശസ്തമായ ഐതിഹ്യം പറയാം. ഖണ്ഡാകർണൻ ശക്തനായ ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിന് മഹാദേവനോടുള്ള ഭക്തി അത്രയും തീവ്രമായിരുന്നു. എന്നാൽ അതോടൊപ്പം മറ്റൊരു ദേവനാമം കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ചു വിഷ്ണു ഭഗവാന്റെ നാമം കേൾക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ഒരു പുരാണ പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ചെവികളിൽ മണി കെട്ടി. ആരെങ്കിലും വിഷ്ണു ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ ഖണ്ഡാകർണൻ തല ശക്തമായി ഉലുക്കും, മണികൾ മുഴങ്ങും. അങ്ങനെ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാതിരിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖണ്ഡാകർണൻ എന്ന് പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ മഹാദേവൻ ഖണ്ഡാകർണന്റെ ഈ മനോഭാവം മാറ്റാൻ തീരുമാനിച്ചു. ഒരു ദിവസം മഹാദേവൻ ഹരിഹര രൂപത്തിൽ, അതായത് ശിവനും വിഷ്ണുവും ഏകതത്വമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മറ്റൊരു പ്രശസ്തമായ കഥ. ഖണ്ഡാകർണന് അപ്പോഴും വിഷ്ണു ഭഗവാനോടുള്ള വിരോധം മാറിയിരുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചറിവുണ്ടായി. ശിവനും വിഷ്ണുവും പരസ്പരം വിരുദ്ധമായ ദൈവങ്ങളല്ല, ഒരേ പരമതത്വത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ഖണ്ഡാകർണൻ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നേടുകയും ചെയ്തു എന്നാണ് പുരാണ പാരമ്പര്യം പറയുന്നത്. ഖണ്ഡാകർണന്റെ കഥയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ശ്രീകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ച. മഹാഭാരതത്തിലെ ഭവിഷ്യപർവവുമായി ബന്ധപ്പെടുത്തി പറയപ്പെടുന്ന കഥയിൽ ഖണ്ഡാകർണൻ കുബേരന്റെ അനുചരനായിരുന്നുവെന്നും പിന്നീട് മോക്ഷത്തിനായി തപസ്സനുഷ്ഠിച്ചു എന്നും പറയുന്നു. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ തയ്യാറായി. പിന്നീട് ബദ്രികാശ്രമവുമായി ബന്ധപ്പെട്ട കഥയിൽ ശ്രീകൃഷ്ണന്റെ ദർശനം ലഭിക്കുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തതായും പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖണ്ഡാകർണന്റെ കഥയെ വെറും ഒരു ഉഗ്രദേവതയുടെ കഥയായി മാത്രം കാണേണ്ടതില്ല. ഇതിൻ്റെ ആന്തരിക സന്ദേശം ഭക്തിയിൽ നിന്ന് അന്ധമായി മതവിരോധം ഒഴിവാക്കണം എന്നാണ്. ഖണ്ഡാകർണന്റെ രൂപം എല്ലാ പാരമ്പര്യങ്ങളിലും ഒരുപോലെയല്ല. കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഉപദേവതയായും രക്ഷാദേവനായും ആരാധിക്കപ്പെടുന്നു. ചില പാരമ്പര്യങ്ങളിൽ ഉഗ്രരൂപം, ചില രൂപങ്ങളിൽ നിരവധി കൈകൾ, ആയുധങ്ങൾ കൈകളിൽ കാണാം. മണി അദ്ദേഹത്തിൻ്റെ പ്രധാന ചിഹ്നമാണ്. അഗ്നിപുരാണവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വിവരണത്തിൽ ഖണ്ഡാകർണന് 18 കൈകൾ ഉള്ള രൂപം പരാമർശിക്കപ്പെടുന്നു. വിവിധ കൈകളിൽ വജ്രവാൾ, ദണ്ഡം, ശംഖ്, അമ്പ്
വില്ല് തുടങ്ങിയ ആയുധങ്ങൾ ഉള്ളതായി വിവരണം കാണാം. അതുകൊണ്ട് ഖണ്ഡാകർണന്റെ രൂപം കാണുമ്പോൾ അദ്ദേഹം വെറും രാക്ഷസൻ എന്ന് മനസ്സിലാക്കരുത്. കേരളീയ ആരാധന പാരമ്പര്യങ്ങളിൽ അദ്ദേഹം രക്ഷാശക്തിയുടെ ഒരു രൂപം കൂടിയാണ്. ഖണ്ഡാകർണന്റെ മണിക്ക് 2 തലത്തിലുള്ള അർത്ഥം കാണാം. ആദ്യത്തേത് പുരാണകഥ. മറ്റുള്ള ദേവനാമങ്ങൾ കേൾക്കാതിരിക്കാനായി മണി ഉപയോഗിച്ചിരുന്നു എന്ന കഥ. രണ്ടാമത്തേത് ആത്മീയ പ്രതീകം. മണിനാദം ഉണർവിൻ്റെ പ്രതീകമാണ്. ക്ഷേത്രത്തിൽ മണി മുഴങ്ങുമ്പോൾ നമ്മുടെ ശ്രദ്ധ പുറത്തുള്ള കാര്യങ്ങളിൽ നിന്ന് അകത്തേക്ക് തിരിയുന്നു. അതുകൊണ്ട് ഖണ്ഡാകർണന്റെ മണിയെ വെറും ആഭരണമായി മാത്രം കാണേണ്ടതില്ല. അത് ഒരു ആത്മീയ പ്രതീകം കൂടിയായി കാണുക. ഇനി ഖണ്ഡാകർണന്റെ മന്ത്രങ്ങൾ പറഞ്ഞു തരാം. ഖണ്ഡാകർണനുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ പാരമ്പര്യമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കേരളത്തിൽ ഓരോ കാവിലും ക്ഷേത്രത്തിലും ഓരോ മന്ത്രങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല. അതിനാൽ താന്ത്രിക ദീക്ഷ ആവശ്യമായ മന്ത്രങ്ങളെ പൊതുവായ ജപമന്ത്രമായി അവതരിപ്പിക്കുന്നത് ശരിയല്ല. എന്നാലും അറിവിനായി മാത്രം പറയാം. ആദ്യം ധ്യാന ശ്ലോകം പറയാം. മണികർണം മഹാവീരം ശൈവഗണ സമന്വിതം ദുഷ്ടശക്തി വിനാശായ ഖണ്ഡാകർണം ഭജാമ്യഹം. മണി അണിഞ്ഞ വീരനായ ശൈവഗണത്തോടൊപ്പം നിലകൊള്ളുന്ന ദുഷ്ടശക്തിയെ നീക്കുന്ന ഖണ്ഡാകർണനെ ഞാൻ ഭജിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി മറ്റൊന്നുകൂടി പറയാം. നീലമേഘ പ്രഭാകാന്തിം ചതുർബാഹു സമന്വിതം ഖഡ്ഗം ശൂലം ഗദാപദ്മം ധാരയന്തം മഹാബലം ഖണ്ഡാകർണം മഹാദേവം സർവവ്യാധിവിനാശനം ഭക്താനാമഭയപ്രദം ശാന്തം വന്ദേഹം വരദം പ്രഭും. ഇനി ഖണ്ഡാകർണന്റെ ഗായത്രി മന്ത്രത്തെ കൂടി പറയാം. ഓം മഹാദേവായ വിദ്മഹേ ഖണ്ഡാകർണായ ധീമഹി ഓം തന്നോ രുദ്ര പ്രചോദയാത്. ഇനി ഖണ്ഡാകർണന്റെ മൂലമന്ത്രത്തെ കൂടി പറഞ്ഞു തരാം. കശ്യപ മഹർഷി ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീ ഖണ്ഡാകർണ ദേവത. മന്ത്രം ഇതാണ്. ഓം ക്ലീം ഖണ്ഡാകർണായ നമഃ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ക്ലീം ഖണ്ഡാകർണായ നമഃ. ശുദ്ധി പാലിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത രക്തചന്ദനം, ദേവദാരു, രുദ്രാക്ഷം എന്നിവയിൽ ഏതെങ്കിലും മാല ഉപയോഗിച്ച് 108 തവണ വീതം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ്. തന്ത്രികളിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ഉപദേശം വാങ്ങി ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമായി കരുതപ്പെടുന്നു. ദുഷ്ടശക്തികൾ, ദൃഷ്ടിദോഷം, ഭയം എന്നിവ അകറ്റി ആത്മവിശ്വാസവും രക്ഷയും ലഭിക്കാൻ ഖണ്ഡാകർണനെ ആരാധിക്കുന്നത് ഫലദായകമാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഖണ്ഡാകർണൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.